നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ് ഇത്. പുണ്യാളുടെ രൂപ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മനക്കോടത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പിന്നെ കമ്പനി തണ്ടാർ സ്മാരകം എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. നമ്മളീ കാണുന്നതാണ് മനക്കോടത്തെ ഗവൺമെൻറ് LP സ്കൂൾ. ഏകദേശം 120 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് കേട്ടോ ഈ സ്കൂളിന്. ഈ കാണുന്ന കെട്ടിടമൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. 1885 ഈ സ്കൂള് സ്ഥാപിച്ചിട്ടുള്ളത്. അന്ന് ഈ ഒരു കെട്ടിടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തശ്ശി മാവ്, ഈ സ്കൂളിൻ്റെ പ്രായം തന്നെ മാവിനും ഉണ്ടാവും. ഈ കാണുന്നതെല്ലാം പിന്നീട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പണ്ട് ശരിക്കും ഈ ഒരു മണ്ണിൻ്റെ ആ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് ഫുള്ള് കുഴമണ്ണായിട്ട് കിടന്നിരുന്നൊരു രീതിയായിരുന്നു. 1 മുതൽ 4ാം ക്ലാസ് വരെ ആയിരുന്നു നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ LKG മുതൽ 4ാം ക്ലാസ് വരെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് സ്കൂളിലോട്ട് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പണ്ട് മുതലേ കെട്ടിടം തന്നെയാണ് കേട്ടോ. ഈ ടാങ്കൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാചകത്തിനായിട്ട് എടുത്തിട്ടിരുന്നത് ഇവിടുത്തെ ഒരു കിണറ്റിൽ നിന്നാണ് കേട്ടോ. ആ കിണർ കൂടി കാണിച്ചു തരാം. 100ഓളം കുടുംബങ്ങൾ ഈ ഒരു കിണറ്റിൽ നിന്നായിരുന്നു കുടിവെള്ളം എടുത്തിട്ടിരുന്നത്. ഇതിപ്പോൾ പകുതി പബ്ലിക്കിനും പകുതി സ്കൂളിനുമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അന്നുള്ള ആൾക്കാർക്ക് ഇതൊരു സ്കൂൾ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ മനക്കോട് സ്കൂൾ എന്ന് പറയുന്നത്. വർഷങ്ങളോളം വെള്ളം പറ്റാത്തൊരു കിണറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം ഒരു 10-40 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു കാണുന്ന വാട്ടർ ടാങ്കിന്. ഈ പഴയ കെട്ടിടത്തിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. രണ്ടായിരത്തി 2013 കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ക്ലാസ് റൂം, ഈ കെട്ടിടങ്ങളൊക്കെ. LKG UKG 1ാം ക്ലാസ് വരെയാണ് ഈ കെട്ടിടത്തിൽ ഉള്ളത്. ഇപ്പോൾ ഈ 120 വർഷം പഴക്കമുള്ള ഈ ഒരു കെട്ടിടം ഇപ്പോൾ നിലവിൽ പ്രവർത്തനമല്ല കേട്ടോ. ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇനി മുമ്പോട്ട് പൊളിക്കാനുള്ള ചില നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് നമുക്കിവിടെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ ഒരു കെട്ടിടം കാണാൻ കഴിയുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല കേട്ടോ. ഈ സ്കൂളിനെ പറ്റി നമ്മൾ ഒരുപാട് തിരക്കി പോയെങ്കിലും നമുക്ക് അധികം കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. സ്കൂളിനെ പറ്റി ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കൂടുതൽ അറിയാവുന്നവർക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. ആ കാണുന്ന കെട്ടിടത്തിൽ 2, 3, 4 ക്ലാസ്സുകളാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് തലമുറകളുടെ ഓർമ്മകളുള്ള സ്കൂളാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കഥകൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതി അറിയിക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് N പ്രഭാകര തണ്ടാർ. അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1921 ജനിച്ച NP തണ്ടാർ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. കർഷക തൊഴിലാളി യൂണിയൻ, SNDP യോഗം, ചെത്തു തൊഴിലാളി യൂണിയൻ എന്നിവയിലൊക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയലാർ സമരത്തിലും NP തണ്ടാർ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് മനക്കോടത്തെ തീപ്പെട്ടി കമ്പനി. തീപ്പെട്ടി കമ്പനി എന്ന് പറയുമെങ്കിൽ നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്യണത് തീപ്പെട്ടി കൊള്ളി മാത്രമാണ് കേട്ടോ. ഇവിടെ കൊള്ളി മാനുഫാക്ചറിങ് ചെയ്തിട്ട് പിന്നെ തമിഴ്നാട്ടിലോട്ട് അയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 1975 സ്റ്റാർട്ട് ചെയ്ത തീപ്പെട്ടി കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ച് എന്ന നിലയിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട സഖാവ് NP തണ്ടാറുടെ ഫാമിലി തന്നെയാണ് കേട്ടോ ഈ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് മെഷീനിൽ ഇത് കട്ട് ചെയ്ത് വന്നിട്ട് ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ആ മെഷീനിലെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് കിടക്കുന്ന കേട്ടോ ഈ കാണുന്നത്.
അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്ന ഫുൾ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാം. ഇതെല്ലാ പ്രോസസ്സും കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്ന കൊള്ളികളാണ് കേട്ടോ. തീപ്പെട്ടിക്കമ്മയുടെ ഫുൾ പ്രോസസ്സ് കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കണേ. ഈ കുരിശടി ശരിക്കും നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കാണിക്കേണ്ടതാണ്, പക്ഷേ നമുക്ക് അന്ന് ഈ വിഷ്വലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അറിയില്ലായിരുന്നു. പോർച്ചുഗീസുകാർ സ്ഥാപിച്ച മനക്കുടംപള്ളി ഉണ്ടായിരുന്ന ഭാഗം ഈ കുരിശടി കാണുന്ന ഭാഗമാണ്. ഇവിടുന്ന് പിന്നീട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട് അങ്ങോട്ട് മാറുകയാണുണ്ടായത്. ആ ഒരു പഴയ പള്ളിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോഴും ഈ കുരിശടി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് മനക്കോട് തന്നെ ഒരു മഠമാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നമ്മൾ മദർ തെരേസയുടെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മനക്കുടം പള്ളിയുടെ ഉൾവശത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ 1200 വർഷം പഴക്കമുള്ള പുണ്യാളൻ്റെ രൂപം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പള്ളിയുടെ അകത്തേക്ക് കയറി ആൾക്കാരൊക്കെ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മാതാവിൻ്റെ രൂപം കൂടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് 1200 വർഷം പഴക്കമുള്ള പുണ്യാളുടെ രൂപം. പോർച്ചുഗീസുകാരാണ് ഇത് മനക്കോടത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ 3 പ്രതിമകളാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത്. അതിലൊന്ന് എടത്തുവപ്പള്ളിയിലും ഒന്ന് ഇടപ്പള്ളിയിലും പിന്നെ ഈ കാണുന്നത് മനക്കോടംപള്ളിയിലാണ് ഉള്ളത്. എടത്തുവപ്പള്ളിയിലും ഇടപ്പള്ളിയിലും ഫോട്ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡ് കൂടി നമ്മുടെ മനക്കുടം വ്ളോഗ് തീരുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.